ഗോപികൃഷ്ണ കണ്ണപ്പമാവ വന്നിരിക്കണോ വന്നിരിക്കണോ ഒരു മോശമായിട്ടുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുമില്ല. എങ്ങനെ എവിടെയായിരുന്നു എവിടേക്ക് അന്വേഷിച്ചെന്നറിയാമോ? പത്രത്തിൽ കൊടുക്കാൻ പോയതാ. എങ്ങനെ അങ്ങനെ എന്തെങ്കിലും തരുമോ എന്നൊന്നും ചോദിച്ചിട്ടൊന്നുമില്ല. അപ്പൊ ഞാനെപ്പോഴും വിചാരിക്കാം എന്താ എന്നോട് ആരും ചോദിക്കാത്തെ, ചെറുപ്രായമല്ലേ അതൊക്കെ കാണും. എന്നോട് ആരും ചോദിക്കുന്നില്ല. അതെന്താ ആഗ്രഹം ഗോവിന്ദേട്ടനോട് പറഞ്ഞോളൂ. പക്ഷെ എനിക്ക് ഭയങ്കര റീസെന്റ് ആയിട്ട് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. ആ വിഷയം ചർച്ച ചെയ്യാം. ചർച്ച വേണ്ട, ചർച്ച വേണം. പാർട്ടി ഉണ്ട്, അപ്പൊ പാർട്ടി കഴിഞ്ഞിട്ട് അവിടെ തന്നെ നിക്കണമെന്നൊക്കെ. അപ്പൊ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഞാൻ ആ പാർട്ടി കഴിഞ്ഞിട്ട് അവിടെ തന്നെ നിൽക്കുന്നത് ചോദിച്ചു ഇതെന്താന്ന് അറിയണം. ഇയാൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് അറിയണം. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? ചോദിച്ചു അവസാനം അയാൾ പറഞ്ഞു അങ്ങുമായി സംഗമിക്കണം. സംഗമമോ? ഏതായാലും നമ്മുടെ MD-ക്ക് അനാർക്കലി ഒന്ന് താല്പര്യമുണ്ട്. അപ്പൊ അവിടെ നിൽക്കുകയാണെങ്കിൽ പേയ്മെന്റ് ഒന്നും ഒരു പ്രശ്നമേ അല്ല. എനിക്ക് ആവശ്യത്തിലധികമുള്ളതും പണമാണ്. എന്നെ ഇട്ടുമൂടാനുള്ള പണം ഞാനങ്ങ് ദുഫായിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അപ്പൊ എനിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം കേട്ടോ. അതേ പറഞ്ഞ ഇങ്ങനെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ഭയങ്കര ഒഫൻഡഡ് ആയിട്ട് അവരോട് ദേഷ്യപ്പെടുക. നീ വാ പൊളിക്കരുത് പ്ലീസ്. എനിക്ക് ഭയങ്കര സന്തോഷം. അയ്യോ അവസാനം ആരെങ്കിലും എന്നോട് ചോദിച്ചല്ലോ. മാധ്യമേ നമ്മള് മോള് വിചാരിച്ച പോലും അല്ലല്ലോ. അപ്പൊ ഞാൻ ഈയിടെ എത്ര നാൾ വിചാരിക്കുന്നത് അത്ര അട്രാക്റ്റീവ് അല്ലേ, ഇനി അതുകൊണ്ടാണോ ചോദിക്കാത്തത്? എനിക്കിപ്പോ 10 കാശ് തരാൻ ആർക്കും താല്പര്യം. പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. ദൈവമേ.